കൊല്ലം കേരളപുരം സ്വദേശിനിയായ വിഭജിക എന്ന യുവതിയുടെ ആത്മഹത്യ കേരളക്കരയുടെ ആകെ ഉള്ളുലയ്ക്കുന്നതാണ്. വെറും 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു വിഭജികയുടെ ആത്മഹത്യ. താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും തന്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നില്ലെന്നും വിഭജിക തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിഭജിക ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ എത്രമാത്രം കഠിനമായിരുന്നുവെന്ന്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഓരോ പെൺകുട്ടിയും തന്റെ ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത്. നല്ലൊരു ജീവിതം മുന്നിലുണ്ടെന്ന വിശ്വാസത്തിലാണ് അവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതം. എന്നാൽ എത്രയെത്ര പെൺകുട്ടികൾക്കാണ് ഇന്ന് ഭർതൃഗൃഹത്തിലെ ദുരനുഭവങ്ങൾ കാരണം ജീവനും ജീവിതവും നഷ്ടമായിരിക്കുന്നത്. കൊല്ലത്ത് വിസ്മയ എന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ നേരിട്ട ദുരനുഭവങ്ങളും വിസ്മയുടെ ആത്മഹത്യയും ഇന്നും കേരളക്കര മറന്നിട്ടില്ല. അതിന് പിന്നാലെയാണിപ്പോൾ കൊല്ലത്ത് മറ്റൊരു പെൺകുട്ടിക്ക് കൂടി ഭർതൃവീട്ടിലുണ്ടായ ദുരനുഭവങ്ങളുടെ പേരിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 2020 നവംബർ 23-ാം തീയതിയായിരുന്നു വിഭജികയുടെയും നിതീഷിന്റെയും വിവാഹം നടന്നത്. വളരെ ആർഭാടത്തോടെ നടത്തിയ വിവാഹം. മകളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിൽ നിതീഷിന് മകളുടെ കൈ പിടിച്ചുകൊടുത്ത മാതാപിതാക്കൾ. പക്ഷേ തങ്ങളുടെ മകളെ ഇത്തരമൊരു ദുരനുഭവമാണ് കാത്തിരിക്കുന്നതെന്ന് ആ മാതാപിതാക്കൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. വളരെ സന്തോഷത്തോടെ വിവാഹ ദിനത്തിൽ ഒരുങ്ങി നിൽക്കുന്ന വിഭജികയുടെ ചിത്രങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ കാഴ്ചക്കാരുടെ ഉള്ളിൽ വേദനയാണ് നിറയുന്നത്. നിതീഷിനോടൊപ്പമുള്ള സന്തോഷത്തോടെയുള്ള ദാമ്പത്യം തന്നെയായിരിക്കും ആ ദിനത്തിൽ വിഭജിക സ്വപ്നം കണ്ടത് മുഴുവൻ. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ പെൺകുട്ടി നേരിട്ടതോ നേർവിപരീതവും. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ ഭർതൃഗൃഹത്തിൽ വിഭജിക ദുരനുഭവങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവ് നിതീഷിനെതിരെയും നിതീഷിന്റെ സഹോദരിക്കെതിരെയും പിതാവിനെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. തന്റെ മരണത്തിന് കാരണം ഇവരാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വിഭജിക വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഉറപ്പിച്ചതിന് പിന്നാലെയാണ് വിഭജിക മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇനിയൊരു വിഭജിക ഉണ്ടാകാതിരിക്കാൻ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ കൂടി മുന്നിട്ടിറങ്ങേണ്ടതിന്റെ അനിവാര്യത വർദ്ധിച്ചു വരികയാണ്. വിവാഹം കഴിച്ചയക്കുന്ന വീടുകളിൽ തങ്ങളുടെ പെൺമക്കൾ സുരക്ഷിതരാണോ എന്ന് മാതാപിതാക്കൾ കൂടി അന്വേഷിക്കണം. ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മകളെ രക്ഷിച്ചു പുറത്തെത്തിക്കണം. അല്ലാത്ത പക്ഷം ഇനിയും വിഭജികമാരും വിസ്മയമാരും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.